ഉത്തർപ്രദേശിലെ രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ബി ജെ പിയുടെ അപ്രമാദിത്വം യു പിയിൽ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം രാജിവെച്ചു. യു പിയിൽ അധ്യക്ഷനെ മാറ്റുവാനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞു. യോഗിയുടെ മുഖ്യമന്ത്രി കസേരക്കും ഭീഷണി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഒരു മന്ത്രിയും വിമർശനവുമായി രംഗത്ത് വന്നത് യോഗിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ നയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നതാണ് യു പി മന്ത്രി കൂടിയായ സഞ്ജയ് നിഷാദ് പറയുന്നത്. പാവങ്ങളെ പിഴുതെറിയാൻ ശ്രമിച്ചാൽ അവർ നമ്മയും വേരോടെ പിഴുതെറിയുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. NDA ഘടകകക്ഷിയായ നിഷാദ് പാർട്ടിയുടെ തലവനാണ് സഞ്ജയ് നിഷാദ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടിയേറ്റ സംസ്ഥാനമാണ് യു പി. 2019 62 സീറ്റ് നേടിയ NDA സഖ്യം ഇത്തവണ 33 സീറ്റിലേക്ക് ഒതുങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് BJPക്കകത്ത് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവും ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് സഖ്യകക്ഷി നേതാവും വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സഞ്ജയ് നിഷാദിന്റെ മകൻ പ്രവീൺ നിഷാദും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവരിൽ ഉൾപ്പെട്ടിരുന്നു. ബുൾഡോസറുകൾ മാഫിയയെ നേരിടാനോ അല്ലെങ്കിൽ റോഡുകൾ നിർമ്മിക്കാനോ വേണ്ടിയുള്ളതാണെന്നും 90 വർഷമായി ഒരേ സ്ഥലത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ താമസ സ്ഥലം നശിപ്പിക്കാനല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാഫിയകൾക്കെതിരെയാണ് ബുൾഡോസർ ഉപയോഗിക്കേണ്ടത്. പാവപ്പെട്ടവർക്കെതിരെ ബുൾഡോസർ ഉപയോഗിച്ചാൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. വികസന ആവശ്യത്തിനാണെങ്കിലും ആദ്യം പാവപ്പെട്ടവരെ ശരിയായ രീതിയിൽ പുനരധിവസിപ്പിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ ഇതുണ്ടാവുന്നില്ലെന്നും സഞ്ജയ് നിഷാദ് വിമർശിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് BJPയിൽ ഭിന്നത രൂക്ഷമാകുന്നത് സംബന്ധിച്ച വാർത്തകൾക്കിടെ യോഗിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയെ കണ്ട് സഞ്ജയ് നിഷാദ് പിന്തുണ അറിയിച്ചിരുന്നു. സർക്കാരിനേക്കാൾ വലുതാണ് സംഘടന. പ്രവർത്തകരുടെ വേദന തന്റെയും വേദനയാണ്. സംഘടനയേക്കാൾ വലുതല്ല ഒരാളും. പ്രവർത്തകരാണ് തങ്ങളുടെ അഭിമാനം എന്നതാണ് മൗര്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇത് ചർച്ചയായതിനു പിന്നാലെയാണ് സഞ്ജയ് നിഷാദ് മൗര്യയെ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ യോഗിയുടെ രക്തത്തിന് വേണ്ടിയുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിലൊക്കെ മോദിയുടെ മൗനസമ്മതം ഉണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. എന്തായാലും വരും നാളുകളിൽ കൂടുതൽ പ്രശ്നങ്ങൾ യു പിയിൽ യോഗിയും അതുപോലെ BJPയും നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്.